ഇന്നത്തെ കളി എങ്ങനെ ഉണ്ടാവും? ഇന്ന് നല്ല അടിപൊളി കളിയായിരിക്കും. ഇംഗ്ലണ്ടാണ് ജയിപ്പ. അതന്നെ ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനും അവളെ ടീം കോമ്പിനേഷനും പറ്റി നോക്കിയാൽ ഇത്ര വരെ നടന്നുകൊണ്ടിരിക്കുന്ന കളി പെർഫെക്റ്റ് ആണ്. നല്ലൊരു മാച്ചാണ്. അപ്പൊ അർജന്റീന, മെസ്സി അവയെല്ലാം വളരെ ഈ മെസ്സിയെ കളിയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ടീമിനെ നമുക്ക് ഇഷ്ടമില്ല. ഒന്നാമത് മെസ്സി ഫാനും ഇല്ല, അർജന്റീന ഫാനും ഇല്ല, ഏത് ടീമിന് ഞാൻ ബ്രസീൽ ഫാനും ഇല്ല. ഞാൻ ഒറിജിനൽ സ്പെയിനാണ്. ഞാൻ അന്നും ഇന്നും എല്ലാം കളി കാണാൻ തുടങ്ങി. വേൾഡ് കപ്പ് കാണേണ്ട ആ കൊല്ലം മുതൽ തന്നെ നിലവിൽ ഞാൻ സ്പെയിനിന് ഒരു ആരാധകനാണ്. സ്പെയിനിപ്പോ ഇപ്രാവശ്യം കപ്പടിക്കും, തീർച്ചയായിട്ടും കപ്പടിക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് അങ്ങനെ ആരാധകരുള്ളത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ സ്പീച്ചില് ഇന്നത്തെ കളി എന്ന് കഴിഞ്ഞാൽ നല്ല ഒരു മൊഞ്ച അടിപൊളി കളിയായിരിക്കും. ഏതും പറയാൻ അതെന്താ ഇംഗ്ലണ്ട് അങ്ങനത്തെ കളിയാണ് ഇന്ന് കളിപ്പ. അപ്പൊ നിങ്ങ ബ്രസീൽ, ഫ്രാൻസ് എന്തായാലും പൊട്ടിയതുകൊണ്ട് ഇല്ല അങ്ങനെയില്ല. ഇന്നത്തെ കളി എന്തായാലും അടിപൊളി കളിയായിരിക്കും ഇംഗ്ലണ്ട്. മുട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഈ നിലവാരമാണ് വരുക. നിങ്ങൾ ബ്രസീൽ ഫാനാണോ അല്ല അണ്ണം ഫാനാണോ? ഞാൻ ശരിക്കും പറഞ്ഞ സ്പെയിനാണ്. അപ്പൊ സ്പെയിൻ എന്തായാലും ഇപ്രാവശ്യം കപ്പടിപ്പിക്കുന്നു ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അത് സ്പെയിൻ ജയിച്ചേ കൊണ്ടില്ല, നേരത്തെ തന്നെ അവർക്ക് സ്പെയിനെ കൊടുക്കാം. ജേസി മാറി തന്നെ ഇല്ല. അപ്പൊ ഇന്ന് രാവത്തെ കളി എല്ലാരും ഫിഫ കാണേണ്ടിയായിരിക്കും. ഇന്ന് രാവത്തെ കളി ആര് ജയിക്കും? ഇംഗ്ലണ്ട് ടീം ക്യാപ്റ്റന്റെ പേരെന്നാണ്? ഹരിക്കാൻ. ഇംഗ്ലണ്ടിലെ വേറൊരു പ്ലെയറിന്റെ പേരല്ലേ? ഗുഡ് ബെല്ലിംഗം. പിന്നെ ഹരിക്കാൻ. ഓക്കെ. അപ്പൊ എല്ലാരും ഇംഗ്ലണ്ട് ഫാൻസ് ആണ് അല്ലേ? ഇംഗ്ലണ്ട് മുരടാ അതന്നെ. അങ്ങനെ. അപ്പൊ നിങ്ങ ഇതിനുള്ള ആരും മെസ്സി ഫാൻസ് ഇല്ല? ആരെങ്കിലേ? ക്രിസ്ത്യാനോ ഫാൻസ്? മെസ്സിയെ തോപ്പിക്കാനുള്ള ടീമാണല്ലേ ഇങ്ങ? ഓക്കെ. അപ്പൊ ആ കളിയാണ് എല്ലാരും ഇവിടെ തന്നെ ആണ്. ഓക്കെ. അപ്പൊ ഇന്ന് വാശിയേറിയ സെമി ഫൈനലാണ്. ഞങ്ങൾക്ക് നല്ല ടീം സ്പെയിനാണോ, അപ്പൊ ഞങ്ങൾക്ക് അർജന്റീന ആണ് വേണ്ടിയത്. അപ്പൊ അർജന്റീന ആണ് ജയിക്കേണ്ടത്. നല്ല കളി കാണണമെങ്കിൽ അർജന്റീന തന്നെ ഫൈനലിൽ എത്തണം. ഈ സ്പെയിൻ അമ്പാട് കളി, സ്പെയിൻ ജയിച്ചാ എല്ലാവരും സ്പെയിനിൽ? ഇല്ല തങ്ങ തുടക്കം തന്നെ സ്പെയിൻ ആഞ്ഞു. സ്പെയിൻ ഇപ്രാവശ്യം കപ്പടി എന്തായാലും അടി. ഞങ്ങൾക്ക് അർജന്റീന ആണ് വേണ്ടിയത് മെയിനായിട്ട്. അപ്പൊ നല്ല കളി കാണാൻ ആശയമുണ്ട്. ഇപ്പൊ ഫ്രാൻസുമായിട്ടുള്ള കഴിഞ്ഞ കളി അടിപൊളി കളിയാണ്. ഞാൻ പോലെ നല്ല കളി കാണണമെങ്കിൽ അർജന്റീന തന്നെ ഫൈനൽ പോരും. പക്ഷേ സ്പെയിനിന് ഒരു ഫ്ലക്സ് ഒന്നും ഇവിടെ കണ്ടില്ലല്ലോ വലിയ. അത്ര ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഞങ്ങൾ അത്ര ഇതില്ലേ. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് കപ്പടിച്ചാൽ നല്ലൊരു ഫ്ലക്സ് അങ്ങ് കൊണ്ടുവരും. അപ്പൊ എന്തായാലും റൊണാൾഡോ പുറത്ത് പോവുകൊണ്ട് എന്തായാലും മെസ്സിയെ തോപ്പിച്ചിട്ടേ അങ്ങനെയല്ലേ കളി നോക്കിയാൽ ഇംഗ്ലണ്ട് ജയിക്കാന്നാണ്. അർജന്റീന ചാൻസ് ഉണ്ട്. ഇംഗ്ലണ്ടാ അതന്നെ മെസ്സി കളിയാ പറയാ മാത്രം. കളിക്കുന്ന വെള്ളി മെസ്സി ഫിഫ ബോയ് എന്നാണ് മക്കൾ. എന്നാണ് ഇംഗ്ലണ്ട് ജയിച്ചെങ്കിൽ മൊട്ടടിക്കും. എന്തായാലും മൊട്ടടിക്കും. അർജന്റീന ഇംഗ്ലണ്ട് ആണ് ഇനി ഇപ്പൊ ബാക്കിയുള്ളത്. അപ്പൊ എന്തായാലും ആരായിരിക്കും ഇന്ന് രാവിലത്തെ കളിയിൽ ജയിപ്പാൻ? ഇംഗ്ലണ്ടാ? അപ്പൊ അതന്നെ അവർക്ക് സ്ട്രൈക്കേഴ്സ് ഉണ്ട്. മെസ്സി ഇവ ഡിഫൻഡേഴ്സ് കളിച്ചിലായി കൊടുക്കാനാണ് മെസ്സിക്ക്. പക്ഷെ ഇംഗ്ലണ്ട് അങ്ങനെയല്ലേ, അവൻ നല്ലോണം കളിക്കും. അവളെ മിഡ്ഫീൽഡേഴ്സ് ജൂഡ് ബെല്ലിംഗം ഗോൾ അടിപ്പാനും ഡിഫെൻഡ് ചെയ്യാനും കുഴപ്പമില്ലാത്തതാണ്. അപ്പം എന്നെ ജൂഡ് ബെല്ലിംഗം ഉറപ്പായിട്ടും 2 ഗോൾ അടിച്ചാണ് കളി ജയിപ്പാം. പിന്നെ ഡിഫൻഡേഴ്സ് കുഴപ്പമില്ലാത്ത ഡിഫൻഡും ഉണ്ട്. ഇങ്ങനെ ഒരു വിഷയമില്ല. എന്നെ സ്ട്രൈക്കേഴ്സ് വിൻ ദി ഗെയിം, ഡിഫൻഡേഴ്സ് വിൻ ദി ടൈറ്റിൽ. അത് തന്നെയാണ് ഇപ്പൊ അവിടെ പോകേണ്ടത്. അപ്പൊ നിങ്ങൾ നേരത്തെ ആരാ ഫാനാണ്? അങ്ങനെയോ? സ്പെയിനാണ്. ഇതെല്ലാരും സ്പെയിനിലോ വയ്യ ഇട്ടതായി? ഇല്ല നമ്മ ഫണ്ട് സ്പെയിൻ. ഏത് ടീം? സ്പെയിൻ. അർജന്റീന ഫാൻ ഉണ്ട് ഇവിടെ. എങ്ങനെ അർജന്റീന അറിയാവൂ? അടിക്കും ഉറപ്പായിട്ടും. മെസ്സി എത്ര ഗോൾ അടിക്കും? 1 ഗോൾ മെസ്സി അടിക്കും എന്നാണ്. അപ്പൊ കാത്തു വെച്ച് കാണോ. അപ്പൊ എന്തായാലും ഇന്നത്തെ കളി ആരായിരിക്കും ജയിക്കേണ്ടത്? അർജന്റീന. കട്ട മെസ്സി ഫാനപ്പ. മെസ്സി ഫാനില്ല?
പിന്നെ റൊണാൾഡോ ഫാൻ. ഓ. അപ്പൊ അർജന്റീന ഏ അർജന്റീന 16 ആളുള്ളതുകൊണ്ട് ഇതെല്ലാം ഉറപ്പുണ്ട് അവ ജയിക്കുന്നു. 16 ആളാര്? 16 ആളാര്? അവരെയും കൂട്ടി 16 പിന്നെ മൊട്ടയില്ല അവളെയും കൂട്ടി ഫിഫ പ്രസിഡന്റ് ഓ, അത് തന്നെ. അയാളെയും കൂട്ടി 16 ആളുണ്ട്. ഓ. അപ്പൊ എന്തായാലും ജയിക്കുന്നുണ്ട്. ഓ. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് ഈ കാണ്ട് കറുപ്പുറത്ത് ഇന്ന് കാണ്ട് എല്ലാം ചർച്ച ചെയ്യണോ? അപ്പൊ ആരായിരിക്കും രാവ് ജയിപ്പാൻ? ഞങ്ങൾ സ്പെയിൻ കപ്പെടുക്കും. സ്പെയിൻ കപ്പ് എടുക്കണം. ഈ ബയ്യായ സ്പെയിൻ ഫാൻ, മെസ്സി ഫാൻ. കട്ട മെസ്സി ഫാൻ. മെസ്സി എത്ര ഗോൾ അടിക്കും? മെസ്സി ഒരു ഗോൾ അങ്ങനെ അടിക്കും. ഒരു ഗോളെങ്കിലും അടിക്കും. ഒരു ഗോളിനുള്ളായിരിക്കും ജയിപ്പാ. ഓ ഇൻഷാ അല്ലാ. ഇന്നത്തെ കളി ആര് ജയിക്കും? അർജന്റീന അർജന്റീന. മെസ്സി ഫാനാണ്. ഇല്ല. മെസ്സി ഫാൻ ഇല്ല, അണ്ണൻ ഫാൻ. അണ്ണ അണ്ണൻ ഫാനാണ്, അത് തോന്നി. അപ്പൊ അർജന്റീന തോന്നുന്നാണ് പറഞ്ഞു കേട്ടത്. അതെ, അർജന്റീന ഫ്രാൻസിനെ കളി കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കളിയുണ്ട്. അതുകൊണ്ട് അവൾ ആ ദുആ വടച്ച് സ്വീകരിച്ചുകൊണ്ട് മിക്കവാറും അത് തന്നെ ആയിരിക്കും 99.99% സാധ്യത. അപ്പൊ ഇംഗ്ലണ്ട് നല്ല അപ്പൊ നിങ്ങളെ ടീം ഏതാണ്? നല്ല ടീം ആൾറെഡി ഔട്ടായി പോയി. അത് ഏതാണ് ടീം? ആ ടീം ചെല്ലേ. മൊറോക്കോ ആയിരുന്നു. മൊറോക്കോ. അപ്പൊ ഇപ്പൊ സ്പെയിനെ കൂടെയാണുള്ളത്. പലരും സ്പെയിനേക്ക് കുപ്പ കിട്ടില്ല. അത് സ്പെയിൻ ഇഷ്ടമാണ്. സ്പെയിൻ നന്നായി കളിച്ചിന്. എന്തായാലും ഇംഗ്ലണ്ടിന് അങ്ങനെ എഴുതി തരുവാൻ കളിയാ. നല്ലൊരു ശക്തമായ മത്സരം കാണും. അത് മാത്രമല്ല, അർജന്റീനയ്ക്ക് ഇതുവരെ ഇത്ര ഒരു പരീക്ഷണം നേരിട്ടില്ല. ഇപ്പൊ നല്ലൊരു മത്സരം നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കില്ല. ഒരു കൂടുതലും ചാൻസ് ഞാൻ കണ്ടത് ഇംഗ്ലണ്ടിനാണ്. അപ്പോൾ ഫ്രാൻസ് അർജന്റീന ലൂസേഴ്സ് ഫൈനൽ വീണ്ടും എടുത്തു പറയുന്നു. ഓക്കെ, താങ്ക് യു. ഇംഗ്ലണ്ട്. നിങ്ങൾ എല്ലാരും ഇംഗ്ലണ്ട് ഫാൻസാ? മെസ്സി, റൊണാൾഡോ ഫാൻ. റൊണാൾഡോ ഔട്ട് ആയി പോയില്ല. ഇന്നത്തെ കളി അർജന്റീന ഇംഗ്ലണ്ട് കളിയാ. ആര് ജയിക്കും? ഇംഗ്ലണ്ട് ജയിക്കും. അഫ്സാന ടീം ഏത്? റൊണാൾഡോ. റൊണാൾഡോ ഔട്ട് ആയി പോയേ. ഇനി ആര് സപ്പോർട്ട് ചെയ്യണ്ടേ? മെസ്സിയാ? എംബാപ്പെ ഔട്ട്. എംബാപ്പെ ഔട്ട് ആയി പോയെ. കളി ആരായിരിക്കും ജയിപ്പാം? അർജന്റീന. മെസ്സിയാ? അപ്പൊ ഇതാണ് നമ്മ ഈ കളി കാട്ടുന്ന ഒരു ഹാളാണ്. ഫിഫ വേൾഡ് കപ്പ് നടന്നുള്ള വളരെ ആവേശം കാണിക്കുന്നുള്ളത്. അപ്പൊ ഫിറോസിയുള്ള അച്ഛനെ, ഫിറോസ് ഇത്ര നേരത്തെ വരുന്ന അച്ഛനാണ്. എന്നാണ് ചെയ്യേണ്ടത് ഫിറോസ്? അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ട് അതിനെ മറ്റേ സാധനമുള്ള ആൾ വരും, അയാൾ തന്നെ മുക്കിയേച്ചും പോകും. അപ്പൊ ഒരു 12:30 എല്ലാവരും 12 മണിയാടത്തേക്കിന് അവൾ എത്തിപ്പോവും. എത്തണം പിന്നെ ആളുകയല്ല. അപ്പൊ ഇന്നത്തെ കളി ആര് ജയിക്കും? ഇന്നത്തെ അർജന്റീന ആണ് സാധ്യത. സാധ്യതയൊന്നുമില്ല. അപ്പൊ ജയിപ്പാൻ ചാൻസ് ഇല്ല. അങ്ങനല്ലേ ഇപ്പൊ 2 ടീം ഉണ്ടില്ല കളിച്ചോ. നമ്മളെ കളി നിലവാരം വെച്ച് അർജന്റീനക്കാണ് സാധ്യത. ആ, എന്തായാലും മെസ്സി ഫാൻ ആവുമല്ലോ. ഇല്ല മെസ്സി ഫാൻ അല്ലേ? ഓക്കെ. അപ്പൊ സിയാദ്, എങ്ങനെയുണ്ട് വിലയിരുത്തണ്ടേ? രാവത്തെ കളി പെട്ടെന്ന് വിലയിരുത്തുവാൻ നിങ്ങൾ അങ്ങനെ ഓടിക്കൊണ്ടുവന്ന് വലിയാൽ കളിയെന്നല്ല തീ കളിയായിരിക്കും. കാരണം ഒന്നാമത് ഇംഗ്ലണ്ടും അർജന്റീനയും. അപ്പൊ ഇനി ആ ബൈലുള്ള ചരിത്രങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവ് അവളെ ജേഴ്സി തന്നെ, അർജന്റീന ജേഴ്സി തന്നെ എവേ ജേഴ്സി ആണ് ഒന്നാമത്. എന്നാലും തുടക്കത്ത് ഗോൾ അടിക്കേണ്ട അവർ ജയിക്കും. മിനിമം ചാൻസ് ഏറ്റവും കൂടുതൽ കാണും ഇംഗ്ലണ്ടിനും കാണും. ഇംഗ്ലണ്ടാണ് ജയിക്കും. അതന്നെ, ഈ മെസ്സി തോക്കണമെന്ന് എന്തോ ഒരു ഉദ്ദേശം വെച്ച് പറയണ്ടോ? ഇല്ല, മെസ്സി ഒരു കളിക്കാരനാണ്. കളിക്കാരനെ അതിനെ ബഹുമാനിക്കണ്ടേ. പക്ഷേ 2 ടീമിനെ വേൾഡ് കപ്പിലെ ഈ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഗോൾ അടിക്കുന്ന ടീം ജയിക്കും. അത് ഉറപ്പ്, സംശയമില്ല. പക്ഷെ അവസാന സമയം ഈജിപ്തിനെ കൂടെ തിരിച്ചടിച്ചു ഗോൾ. ഈജിപ്തിനെ പോലത്തെ ഒരു ടീം ഇല്ലാണ്, ആ ഒരു ബാലൻസ് പോലത്തെ ഒരു ടീമില്ല ഈ ഇംഗ്ലണ്ട് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമാണ്. അവർ നല്ല കളി കളിക്കും. അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ്, കാരണം പ്രീമിയർ ലീഗ്, ലാ ലീഗ പോലെയുള്ള വലിയ വലിയ ലീഗുകൾ കളിച്ച് എക്സ്പീരിയൻസ്ഡുള്ള പ്ലേയേഴ്സ്മാരെല്ലാം ആ ഇംഗ്ലണ്ട് ടീമിനെ കൂടെ ഇന്നുണ്ട്. അതുകൊണ്ട് അവർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും ഫസ്റ്റ് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ. ഡിഫൻസിങ് ഉണ്ടാകും. അവർ അറ്റാക്ക് ചെയ്ത് തന്നെയാണ് കളിക്കുന്നുണ്ട്. ഡിഫൻസിലേക്ക് ആരും പോകാം. സെമി ആയതുകൊണ്ട് പെനാൾട്ടിയിലേക്ക്, എക്സ്ട്രാ ടൈമിലേക്ക് പോകാൻ ഒരു ചാൻസ് ഇല്ല. ഫുട്ബോളെ കുറിച്ച് ഒരു ചാൻസും ഇല്ല. അവർ തുടക്കം അറ്റാക്ക് ചെയ്ത് കളിക്കും. നല്ല അറ്റാക്ക് ആയിരിക്കും 2 ടീമും. നോക്കിക്കോ, ഫസ്റ്റ് ഹാഫിൽ തന്നെ മേ ബി റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പോർച്ചുഗൽ ഫാൻ ആണല്ലോ. ഒരു വലിയ ഫ്ലക്സ് എല്ലാം കൊണ്ട് നാട്ട് അവസാനം ഇപ്പൊ പൊട്ടിപ്പോയെന്നല്ല, ഫ്ലക്സ് വയ്ക്കും. കാരണം ഫുട്ബോളിന്റെ രാജാവ് എന്നും അന്നും ഇന്നും എന്നും CR7 ഉള്ള കാലത്തോളം നമ്മൾ ആ ഫ്ലക്സ് പൊക്കുക തന്നെ ചെയ്യും. ഓക്കെ. രാവത്തെ ഫിഫ സെമീനെ കുറിച്ചാണ് നോക്കിയപ്പോ ഉള്ളത്. എങ്ങനെയായിരിക്കും കളി? കളി വളരെ നല്ലൊരു കളിയാവണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇംഗ്ലണ്ട് അർജന്റീന ഏകദേശം ഒരു ഫോമിലാണ് 2 ടീം വന്നിരിക്കുന്നത്. അപ്പോൾ കളി നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ ഇല്ല. കളിയെല്ലാം ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഇന്നത്തെ ഇപ്പോൾ സംഭവിച്ചില്ല, അതുപോലെ എന്തും സംഭവിക്കാം.
അപ്പൊ ആർക്കായിരിക്കും സാധ്യത കൂടുതൽ? സാധ്യത ടാക്ടിക്കലി നമുക്ക് അങ്ങനെ പറയാൻ കളിയല്ല. രണ്ട് നല്ല ടീമാണ്. തുഷേൽ നല്ല കോച്ചാണ്, സ്കലോനി സെയിം അതേസമയത്ത് നല്ല കോച്ചാണ്. അപ്പം നമുക്കങ്ങനെ ഒരു കണ്ണുപൂട്ടൊരു പ്രൊഡിക്ഷൻ ഇസ് നോട്ട് പോസിബിൾ ഐ തിങ്ക്. അല്ല, അങ്ങനെ പറഞ്ഞു കഴിക്കരുത്. അപ്പൊ നിങ്ങളെ ടീം ഏതാണ്? ഞാൻ ബേസിക്കലി 2006 മുതൽ നമ്മൾ അർജന്റീന ഫാൻസാണ്. അപ്പോൾ പക്ഷെ അതൊന്നും വലിയിട്ട് കാര്യമില്ല, കളിയൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു 90 മിനിറ്റിന് ടൈമിനുള്ളിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം. അല്ലാതെ ഒരു ഫാനാണെന്നല്ലേ ജയിക്കും. മെസ്സി ആൾവേസ് മെസ്സിക്ക് സപ്പോർട്ടുണ്ട്. പക്ഷെ അതൊന്നുമില്ല ഏതും പറയാൻ കഴിയാം. നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നമ്മ ഇങ്ങനെ ഓടിക്കണം എടുത്ത് ഇവ ഇങ്ങനെ ക്ലച്ചിനെ ഇവ ഡിസ്കസ് ചെയ്തുകൊണ്ട് അർജന്റീന ആണോ ഇംഗ്ലണ്ട് ആണോ ജയിക്കാൻ പോകേണ്ടത്. ചില ആളുകളുണ്ട് ഇംഗ്ലണ്ട് ജയിക്കും, ചില ആളുകളുണ്ട് അർജന്റീന ജയിക്കും. അപ്പൊ ആര് ജയിക്കും? അർജന്റീന. അർജന്റീന. കട്ട മെസ്സി ഫാനാവോ? ഓ, പണ്ട് മുതൽ ഉള്ളത് മെസ്സി ഫാൻ. ഓ, ഓക്കെ. ആര് ജയിക്കുന്നതായിരിക്കും? അർജന്റീന. അർജന്റീന. ഓക്കെ. ഇംഗ്ലണ്ട്. ആര് ജയിക്കും? ഇംഗ്ലണ്ട്. അപ്പൊ നിങ്ങൾ അണ്ണൻ ഫാൻ ആവണമെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാൻ ആയിരുന്നു? ബ്രസീൽ ഫാൻ. അപ്പൊ ബ്രസീൽ ഫാൻ ആയതുകൊണ്ടാണ് എന്തായാലും ഇപ്പൊ അർജന്റീന തോപ്പിക്കാൻ വേണ്ടി ലച്ചാണ്. ആര് ജയിക്കും? അർജന്റീന. അർജന്റീന. സ്പെയിൻ. അതിന് ഇന്ന് രാവിലെ സ്പെയിനെ കളിയില്ലേ? ഇന്ന് രാവിലത്തെ കളിയാണ് കേട്ടത്. ഇംഗ്ലണ്ട്. വേൾഡ് കപ്പ് അടിക്കുന്ന ആരാണ്? വേൾഡ് കപ്പ് അടിക്കുന്ന അപ്പൊ സ്പെയിൻ. നമ്മുടെ ടീം സ്പെയിൻ. ജേസി മാറിയിട്ടാ. ഇന്ന് രാവിലത്തെ ഇംഗ്ലണ്ട് അടിക്കും. ഇന്ന് രാവിലത്തെ ഇംഗ്ലണ്ട് അടിക്കും. മെസ്സി എന്തായാലും പുറത്താക്കും. മെസ്സിയെ പുറത്താക്കിയാലായിരിക്കും ചിലപ്പോ സ്പെയിന് കപ്പടിപ്പാൻ കളി. അല്ലെ, അതാ നിങ്ങളെ ഉദ്ദേശം? നോക്കട്ടെ എങ്ങനെ പോകണം നോക്കട്ടെ. ബ്രസീൽ ഫാനാണ്. ബ്രസീൽ ഫാൻ. ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് ജയിക്കും. അർജന്റീന. ഇംഗ്ലണ്ട് തന്നെ ചൊല്ലി. സ്പെയിൻ. ഓ, സ്പെയിനും പേടി. ഫ്രാൻസിനെ തോപ്പിച്ചില്ല. ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. അത്ര തന്നെ. അപ്പൊ രണ്ടാളി വണ്ടി വെച്ച് പോണ്ടേ. നമുക്ക് കിട്ടീനെ, രണ്ടാളെ കിട്ടീനെ. അപ്പൊ ഇന്നത്തെ കളി ആരായിരിക്കും ജയിപ്പാൻ പോണ്ടേ? തീർച്ചയായിട്ടും യാതൊരു വിധത്തിലും നിങ്ങൾക്കൊരു സംശയങ്ങളോ ഒരു ആശങ്കയോ ഉണ്ടാകേണ്ട. അർജന്റീനയാണ് ഇന്ന് ജയിപ്പാൻ പോകേണ്ടത്. അർജന്റീനയാണ്. കാരണം നമ്മളെ മെസ്സി എന്ന എല്ലാവരും ഒരു മാൻഡ്രാക്കാണ്. എങ്ങനെ ആയാലും എങ്ങനെ കളിച്ചാലും ഇനി റഫറി ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുന്നാലും ഇനിയും ആ മാൻഡ്രേക്കാണ്. ഇല്ല, അത് വെറും ആരോപണം മാത്രമാണ്. വെറും ആരോപണം മാത്രം. ഒരിക്കലും അല്ല, അത് വെറും ആരോപണം മാത്രമാണ്. കാരണം എന്നതിലേക്ക് തന്നെ അത് നിങ്ങൾക്ക് മറ്റേ എതിർ ടീമിനെ കൂടെ കളിച്ച് അർജന്റീന തോപ്പിപ്പാൻ കളിയാത്തത് കൊണ്ടുള്ള ആരോപണമാണ് ഈ ഇത്തരം ആൾക്കാർ എണീണ്ടത് ഇങ്ങനെ നടത്തിക്കൊണ്ടുള്ളത്. ഫിഫ ടീമാണ് അർജന്റീന, അല്ലെങ്കിൽ ഫിഫ മോനാണ് മറ്റേ മെസ്സി എന്നതിൽ ഇങ്ങനത്തെ ആരോപണം. അത് വെറും ആരോപണം. വേറെ ഒരു ടീമിനെതിരെ പരിവല്ല. അത് വരാല്ല. കാരണം ഇവ തുടർച്ചയായിട്ട് ഈ വേൾഡ് കപ്പ് എടുക്കേണ്ട ഒരു ടീമായതുകൊണ്ട് പലർക്കും ഇവരെ തോപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇനിയുണ്ട്, മനമയുണ്ട് പൊതുവെ നമുക്ക് കണ്ടുവേണ്ട. അപ്പൊ ആയന ഒരു ചുരുക്ക ഇതാണോ ഈ കാണേണ്ടത്. ജയിപ്പാൻ കളിയാത്തതിന് ഒരു അസൂയായിട്ടാണ് നമ്മ ഇതിനെ വിലയിരുത്തേണ്ടത്. എന്തായാലും ജയിക്കുന്ന തീർച്ചയായിട്ടും ഇന്നൊരു 4 ഗോളെങ്കിലും അർജന്റീന അനിയും. 4 ഗോൾ അടിക്കുക അർജന്റീന. അപ്പൊ ഇംഗ്ലണ്ട് അത്രയും വീക്ക് ടീമില്ലയോ എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അർജന്റീന ഇന്ന് എന്തായാലും ഇനിയും 4 ഗോൾ അടിച്ച് ജയിച്ചിരിക്കും. എന്തായാലും ജയിച്ചില്ല. പക്ഷെ നമ്മ ഒരു പ്രതീക്ഷ ഇനിയുണ്ട്. ഇത്ര വരെ കളി കണ്ട ഒരു ഇതിൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 4 ഗോളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇനിയും അർജന്റീന അടിച്ചിരിക്കും. ഫസ്റ്റ് ഹാഫിന് മുന്നേ എത്ര ഗോൾ അടിക്കും? ഫസ്റ്റ് ഹാഫിൽ ഒരു മിക്കവാറും എന്നാ ഒരു നിഗമനത്തിൽ ഒരു 2 ഗോളെങ്കിലും ഇനിയും. ആ 2 ഗോളിൽ മെസ്സി അടിച്ചിരിക്കും. തീർച്ചയായിട്ടും ഒരു ഫൈനാറ്റിയും കിട്ടുവാൻ ചാൻസ് ഉണ്ട്. താങ്ക്സ്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരുവാണ് കളി കാണുക മൾട്ടിയിലേക്ക്. ഓക്കെ. അപ്പൊ സമീർ ഷാ ആണ്. ഇന്നത്തെ കളി ആര് ജയിക്കും? അർജന്റീന. അതന്നെ അർജന്റീന. ഇപ്പൊ കളിച്ച കണ്ട കൂട്ടത്തിലും ഒരു നല്ല കളിയായിട്ട് കാണേണ്ട അർജന്റീന ആണ്. അവിടെ നല്ല ടീം സ്ക്വാഡാണ്. അത് നല്ല പ്രതീക്ഷ കൊണ്ട് അർജന്റീന ജയിക്കും ഉറപ്പായിട്ടും. പക്ഷെ ഇംഗ്ലണ്ട് മോശമില്ലല്ലോ. ഇംഗ്ലണ്ട് മോശമൊന്നുമില്ല. എന്നാലും ഒരു ഒന്നുമില്ല, ഒരു ഇത് തന്നെയാണ്. പക്ഷെ എന്നാലും ജയിക്കുന്ന കാര്യത്തിൽ സംശയവുമില്ല. എത്ര ഗോളായിരിക്കും ഏകദേശം? എന്നാ ഒരു നിഗമനം പോലെയാണെന്നുണ്ടെങ്കിൽ 2-1. 2-1. അത് ഫസ്റ്റ് ഹാഫിൽ അടിക്കും അർജന്റീന. ഇല്ല സെക്കൻഡ് ഹാഫ് തീർച്ചയായിട്ടും. കളി ആടിയാ ഇന്നത്തെ കളി ആര് ജയിക്കും? അർജന്റീന. അതന്നെ അർജന്റീന. മെസ്സി ആര് ജയിക്കും? മെസ്സി. അപ്പൊ ഇന്നത്തെ കളി അർജന്റീന ഇംഗ്ലണ്ട് എങ്ങനെയായിരിക്കും ഈ കളി?
തീപ്പാറും കളി. അതായത് ഞാൻ അർജന്റീന ഫാനാണ്, മെസ്സിയെ ഫാനാണ്. എന്തായാലും അർജന്റീനയ്ക്ക് സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. ഏകദേശം എത്ര ഗോളായിരിക്കും? ഏതായാലും ഒരു ഗോളാണ് പ്രതീക്ഷിക്കേണ്ടത്. അതിന്റെ കൂടുതൽ അടിപ്പാൻ ഇംഗ്ലണ്ട് സ്ട്രോങ് ടീമാണ്, നല്ല ടീമാണ്. നല്ല ടീമാണ്. അതുകൊണ്ട് സാധ്യത കുറവാണ്. സാധ്യത കുറവില്ല. അർജന്റീന കേറും. കീപ്പാർ ഇംഗ്ലണ്ട് അതന്നെ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടും കളിക്കാറില്ല. അവ സെലക്ട് ചെയ്ത് മഞ്ഞ ആളിയല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് ചാൻസ് ഉണ്ട്. 1-2. 1-2 മോചനം വരെ നടത്തി നോക്കുക. അപ്പൊ രാവത്തെ കളി ആര് ജയിക്കും? ഇംഗ്ലണ്ട് ജയിക്കും. ഇംഗ്ലണ്ട് ജയിക്കും. ബെല്ലിംഗം ഒരു ഗോളും അടിക്കും. ബെല്ലിംഗം ഒരു ഗോൾ അടിക്കും, ഉറപ്പായിട്ടും അടിക്കും. അടിച്ചാലും മുട്ട അടിക്കുന്ന മൊട്ട അടിക്കാം. ഓക്കെ. അപ്പൊ ആര് ജയിക്കണം? ഇംഗ്ലണ്ട് ആയിരിക്കും ജയിപ്പാ. അവ നല്ല ഫോമിലാണ് ഇപ്പൊ. ഫോമിലാണ്. അപ്പൊ മെസ്സിയും ടീമും ഫോമില്ലെന്ന് അർജന്റീന. മെസ്സി കളിക്കും പക്ഷെ ഇംഗ്ലണ്ട് ആരത് കളിക്കും. ഹരിക്കേനും ബെല്ലിംഗം ഉണ്ടാവും കളിക്കും ഉറപ്പ്. ഓ ഓക്കെ. എന്ന് പറഞ്ഞാൽ അർജന്റീന തൂക്കും. അർജന്റീന തോക്കും. തൂക്കും തൂക്കും തൂക്കും. കളി തൂക്കും. കഴിഞ്ഞെല്ലാം തൂക്കി ഇക്കൊല്ലം തൂക്കും. ഹാരിക്കേൻ ഗോൾ അടിക്കും. ഗോൾ അടിക്കും എന്തായാലും. അപ്പൊ അർജന്റീന പൊട്ടും. ഉറപ്പ്. ഓക്കെ. അപ്പൊ ഇന്ന് രാവത്തെ കളി ആരായിരിക്കും ജയിപ്പാൻ ചാൻസ്? അർജന്റീന. അയ്യോ ആരായിരിക്കും? അർജന്റീന റഫറിയിലാണ് നിൽക്കേണ്ടത്. റഫറിയാണ് നിൽക്കുന്നല്ലേ? അതൊരു പ്രശ്നമാണല്ലേ? കളിനെ കുറിച്ച് പിടിയില്ലാത്തതുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞാണ്. ഇയാളെ റഫറി ഒന്നും ഇല്ല നിൽക്കണ്ടേ. അർജന്റീന ജയിപ്പാൻ ഇന്ന് മെയിൻ ഘടകം എന്ന് വിളിക്കുന്നത് ഒന്ന് മെസ്സി എന്നുള്ള ആളും പിന്നെ ഒന്ന് സ്കലോണി എന്നുള്ള ആളും. ഈ രണ്ട് തന്ത്രങ്ങൾ ഇന്ന് അതിനാളും മൂന്നാമൻ റഫറി എന്നാണ് പൊതുവെ ചൊല്ലുണ്ടായില്ല. കളി വീക്ഷിക്കേണ്ട അവരെ വീക്ഷണത്തിൽ അത് കാണാണ്. അങ്ങനെ ഒരിക്കലും ഇല്ലേ, അത് തീർച്ചയായും തെറ്റാണ്. ഇംഗ്ലണ്ട് മോശം ടീം ഒന്നും ഇല്ല. ഇംഗ്ലണ്ട് നല്ല ടീം പോലെ. ഇംഗ്ലണ്ട് നല്ല കിടിലൻ ടീം, ഏതും പറയാമല്ലോ. നല്ല കളി കളിച്ച തന്നെ ടീം. പക്ഷെ ഇന്ന് കളി ജയിപ്പാൻ അർജന്റീന. എത്ര ഗോൾ ഏകദേശം? ഒരു 2-1 പ്രഡിക്ഷൻ. 2 ഗോൾ അർജന്റീന അടിക്കും, 1 ഗോൾ ഇംഗ്ലണ്ട് അടിക്കും. ഹാഫ് ടൈമിന് മുന്നേ അടിക്കും. അതിപ്പോ ഇങ്ങനെ ചൊല്ലുവാ. ഗോൾ അടിക്കും. അത് മെസ്സി ഒരു ഗോൾ എന്തായാലും. അർജന്റീന ഒരു ഗോൾ അടിക്കും. ഓക്കെ. അപ്പൊ ഇന്നത്തെ കളി ആര് ജയിക്കും? ഇന്നത്തെ കളി മറ്റേ അർജന്റീന എന്തായാലും ജയിക്കാം. അതന്നെ അത് ജയിക്കാം. കളി നോട്ടം അങ്ങനെയാണുള്ളത്. ഇംഗ്ലണ്ട് ജയിക്കും. ഓ ഇംഗ്ലണ്ട് ഷുഗർ ജയിക്കും. എത്ര ഗോൾ അടിക്കും ഇംഗ്ലണ്ട്? എത്ര ഗോൾ അടിക്കുന്ന ചൊല്ലാൻ കളിയാ. എന്നാലും ഇംഗ്ലണ്ട് ജില്ല ജയിക്കാം. അപ്പൊ റവിയത്തെ ആരായിരിക്കും ഇന്നത്തെ കളിയിൽ ജയിക്കാൻ വേണ്ടത്? ഇംഗ്ലണ്ട് 2-1 ജയിക്കും. 2-1. അപ്പൊ അർജന്റീന അത്രയും ഇല്ല. ഇംഗ്ലണ്ട് ഇപ്പൊ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു ടീമാണ്. നല്ല കളി കളിക്കുന്നത്. പക്ഷെ ഇംഗ്ലണ്ടിന് ആരും ചർച്ച ചെയ്യില്ലെന്ന് മാത്രം. വലിയ ചർച്ച ആകാത്തൊരു ടീമാണ്. പക്ഷെ അർജന്റീന ജയിക്കുമെന്നാണ് പൊതുവെ ഒരു സോഷ്യൽ മീഡിയ തരംഗങ്ങളെല്ലാം കണ്ടാൽ മനസ്സിലാകണ്ടേ. അത് ഫാൻസ് പറയേണ്ടായിരിക്കില്ല. ഞാൻ പൊതുവെയുള്ള കളീനെ കാര്യം പറയും. നിങ്ങൾ ഏത് ടീമിന്റെ ഫാൻസാണ്? ഞാൻ ജർമ്മനി. ജർമ്മനിയാണ്. ഫണ്ടേ പുറത്ത് പോയി. ഓ അപ്പൊ എന്തായാലും അർജന്റീന പുറത്ത് പോകണമെന്നായിരിക്കും. ഇല്ല കളി വിലയിരുത്തി പറഞ്ഞത്. ഇംഗ്ലണ്ട് എന്തായാലും ജയിക്കും. ഓ 2 ഗോളെങ്കിലും അടിക്കും. 2-1 ജയിക്കാം. അങ്ങനെയാണ് എന്നാ ഒരു ഗോൾ അപ്പൊ മെസ്സിക്ക് കൊടുത്താൽ നിങ്ങൾ അർജന്റീന ഇല്ല. അങ്ങനെ ഇല്ല. അർജന്റീന ഒന്നടിക്കും. ഓ ഓക്കെ. നമുക്ക് കാണാം. അപ്പൊ എന്തായാലും ഓരോ ആളുകളെ പ്രഡിക്ഷൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ അർജന്റീന ആണോ ജയിപ്പാൻ പോകേണ്ടത്, അല്ല ഇംഗ്ലണ്ട് ആണോ ജയിപ്പാൻ പോകേണ്ടത്, എത്ര ഗോളിന് ആയിരിക്കും ജയിപ്പാൻ പോകേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം കൂടി എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.